ഇത്രയും ദിവസമായിട്ടില്ല സുരക്ഷ. എല്ലാ വർഷവും ഉണ്ട്. പക്ഷെ ഇത് ഇപ്രാവശ്യം ഏറ്റവും അധികമാണല്ലേ? ഈ വർഷം കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ അധികാരികൾ എന്തെങ്കിലും എല്ലാരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കി ഇപ്പൊ ശരിയാക്കാന്ന് ഒന്നുമില്ല. കടൽ തീരത്ത് കല്ലുകള് കരിങ്കല്ല് സ്ഥാപിക്കാനുള്ള ഭിത്തി സ്ഥാപിക്കാനുള്ള എല്ലാം ഉണ്ട് പദ്ധതി. ഒരു ഉത്സാഹമില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന നാശനഷ്ടത്തിന് ആരെങ്കിലും ഏറ്റെടുത്തോ? ഏറ്റെടുക്കാൻ ഗവൺമെന്റിന് പൈസ ഇല്ല. പിന്നെന്താ ഇവിടെ ഏറ്റെടുക്കണ്ടേ? കരിങ്കല്ല് ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല, ഉള്ളിടത്തുനിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കരിങ്കല്ല് കിട്ടും. കോഴിക്കോട് മാറാട് ബീച്ച് കടപ്പുറത്തൊക്കെ കരിങ്കല്ല് സ്ഥാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ കടൽ ക്ഷോഭത്തിനെ പ്രതിരോധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഒന്നും ജില്ലക്കൊന്നുമില്ല? കാസർഗോഡ് ജില്ലയ്ക്ക് എല്ലാരും അവഗണിക്കുന്നല്ലേ? കാസർഗോഡ് ജില്ലക്ക് എന്തില്ലത്? ഒരു നല്ല വണ്ടിയുണ്ട്, അല്ല ഏതെങ്കിലും പോവാനുള്ള ഒരു വണ്ടിയുണ്ട്. വണ്ടിയിലും നമ്മള് ഒന്നുമില്ല കാസർഗോഡ്. അപ്പൊ ഈ നാശനഷ്ടങ്ങള് പിന്നെ ഇത് അമ്പല കമ്മിറ്റി തന്നെ ഏറ്റെടുക്കും? എങ്ങനെയാ അത്? അമ്പല കമ്മിറ്റി അവര് ഏറ്റെടുക്കൂല. ഇനിയിപ്പോ ഇത് പുനഃസ്ഥാപിക്കോ അല്ല ഇതിന്റെ സമരമുറകളൊന്നും ഉണ്ടായിട്ടില്ല? നാട്ടുകാർ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. അതിന് നടപടി ഒന്നും ഉണ്ടായിനോ? അറസ്റ്റോ കാര്യങ്ങളോ? അല്ല, എന്നിട്ട് ഇവിടുന്ന ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചത് കളക്ടറേറ്റിൽ വിളിച്ചപ്പോ കളക്ടർ അന്ന് കളക്ടർ ഇല്ല. DMO പറഞ്ഞെന്ന് ഇവിടെ കല്ല് കൊണ്ടിടാ, നിങ്ങൾ കുറച്ച് സമാധാനപ്പെടും. ഇപ്പൊ കളക്ടർ ഇവിടെ ഇല്ല. അത് നടന്നിട്ട് എത്ര ദിവസം ഏകദേശം? അത് ഒരാഴ്ചയിലേക്ക് മുകളിലായി. ഇന്നിപ്പോ അറിയാലോ 26, രണ്ടാഴ്ചയിൽ കൂടുതൽ. അപ്പൊ ആരും വരുന്നുമില്ല, ഒന്നും അന്വേഷിക്കുന്നുമില്ല. ഈ കല്ലിടണോ വേണ്ടെന്നും റോഡ് കണ്ട അവിടെ കുഴിഞ്ഞെടുക്കും. ആ റോഡിൽ വെള്ളം റോഡ് കുഴിഞ്ഞപ്പോ റോഡിന്റെ സംരക്ഷണത്തിന് വേണ്ടിട്ട് അത് തന്നെ മത്സ്യത്തൊഴിലാളികളെ കയറ്റി വെച്ചതല്ല, അവരെ ഒന്നും നടപടിയൊന്നും എടുത്തിട്ടില്ല. ഈ റോഡ് ഇതൊന്നും പോന്നു. റോഡ് പൊളിഞ്ഞിട്ടില്ലല്ലേ? നിങ്ങളെ അടുത്ത് കയറിയിട്ടുണ്ടാവും. ഈ റോഡിനോട് ചേർന്നുള്ള തൃക്കങ്ങാട് അമ്പലത്തിലെ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ഒരു ശവമാണ്. ഈ അധികൃത ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടുത്തെ പല നാട്ടുകാർ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കാണൂലോ. തീരദേശ നിവാസികളോട് നേരം ജനങ്ങൾ സർക്കാർ ചെയ്യുന്നത് ദ്രോഹമാണ് ചെയ്യുന്നത്. എന്തു വെച്ചെങ്കിൽ ഇവിടെ കല്ലിടാന്ന് നിരന്തരം വന്ന് പറയും. ചായ കൊടുക്കും, പിരിഞ്ഞു പോകും. ഇതേ ഉള്ളൂ ഈ 3 കൊല്ലത്തേക്കുള്ളൂ. ഇപ്പോൾ റോഡിനോട് ചേർന്നാണ് കടലെടുത്ത് പോയിരിക്കുന്നത്. ഇവിടെ തന്നെ സുരക്ഷ വിധിച്ചിരിക്കുന്ന നിങ്ങളെ മത്സ്യയന്ത്രമാണ് റോഡിന് സുരക്ഷമായി തന്നെ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഇവിടെ മുഖ്യധാരയിൽ നിന്ന്? ഇവിടെ 3 പാർട്ടിക്കാർ വന്ന് നോക്കി പോകുന്നതല്ലാതെ ഒരു പരിഹാരം ഇല്ല. എങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കാലാവർഷം നീണ്ടുപോകുന്ന വലിയ പ്രയാസത്തിലാണ്. അതിന് മേലെയാണ് ഈ കടൽ ക്ഷോഭത്തിന്റെ പ്രയാസം കൂടി വന്നു കഴിഞ്ഞാൽ എന്താവും? വള്ളങ്ങളും ഈ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട നാട്ടുകാർ. ഹാർബർ ഇല്ലാത്തതിനെ ബുദ്ധിമുട്ടാണ്. ഒരു ഹാർബർ എത്ര വർഷമായി ഹാർബറിന് സ്ഥലങ്ങളോ കാര്യങ്ങളോ കണ്ടെത്തിയിട്ടുണ്ട്. ഹാർബർ അത് ഇവിടെയുള്ള ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? അവരെന്താ പറയുന്നത്? അല്ല, അത് രണ്ട് ക്ഷേത്രത്തിന്റെ തീരദേശ മേഖല കേന്ദ്ര സർക്കാർ വലിയ ഫണ്ടാണ് മാറ്റിവെക്കുന്നത്. എന്തുകൊണ്ട് കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന് ഈ ഫണ്ട് ലഭിക്കപ്പെടുന്നില്ല? ഇപ്പൊ കോഴിക്കോട് മാറാട് ബീച്ചിന്റെ ഭാഗത്തുള്ള നല്ല കല്ല് ഭിത്തികൾ സ്ഥാപിച്ചുകൊണ്ട് കടൽ രണ്ട് ഹാർബറുണ്ട്. അതുപോലെ മഞ്ചേശ്വരത്ത് നല്ലൊരു ഹാർബർ പണിഞ്ഞിട്ടുണ്ട്. നല്ല പുളിമുട്ടാണെന്നല്ല, ആ രൂപത്തിൽ ജനങ്ങളുടെ ജീവൻ സുരക്ഷ ബാധിച്ചൂടെ? അതില്ലാതെ എത്ര മാസമായി ഞങ്ങൾ ജോലിക്ക് പോകാത്തത്? ഉപജീവന മാർഗമാണ് കടൽ. നമുക്ക് ആര് തന്നിട്ട് സർക്കാർ തരുന്നില്ല എന്നല്ല, നമ്മൾ ആ ഫിഷറീസിന്റെ പൈസ തരും. കിട്ടാത്തത് അത് വരുത്തുമില്ല. അപ്പൊ അത് കിട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്. അത് കിട്ടിയാൽ എത്ര പേര് നമുക്ക് ജീവിക്കാൻ പറ്റും? ഇപ്പൊ ഇന്നത്തെ വിലക്കയറ്റത്തിന് ഒരു 6 പേര് സെറ്റായാലും ഞങ്ങൾക്ക് ഓക്കെ. അപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു നമ്മൾ സമരം നടത്തിയാലും കളക്ടറെ വിളിച്ചു എന്ന്. അവിടെ എത്തിയിട്ട് കളക്ടർ ഉണ്ടായിട്ടില്ലാന്ന്. അതിനുശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും നടപടിയിലേക്ക് പോയോ?
സെക്കൻഡ് ടൈം കളക്ടർ ഉണ്ടായിരുന്നു. അതെ, എന്നിട്ട് അതാണ് എന്താ നേരത്തെ ഞാൻ തീരുമാനിച്ചത്? പറഞ്ഞു, പോയിട്ട് ചായ ബിസ്ക്കറ്റും കൊടുത്തിട്ട് സന്തോഷിപ്പിച്ച് വിടുന്നേ ഉള്ളൂ. അതെ അല്ലേ? ഇവിടെ കളക്ടർ തന്നെ ഇതില് ഒരു തീരുമാനം എടുക്കുന്നില്ല. അല്ല, കളക്ടർ തീരുമാനം എടുക്കാൻ കല്ലിടാന്ന് പറഞ്ഞു. കല്ലിടാന്ന് ഹാർബറിന്റെ അതിന്റെ ബാക്കിൽ നമ്മൾ നടക്കണം. പക്ഷെ കല്ലിടാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ ഓൾറെഡി 4 വർഷം മുന്നേ 68 ലക്ഷം പാസ്സായിട്ട് ഒരു സർവേ നടന്നു. 3 സർവേ നടന്നു. അതിന്റെ പൂനിന്റെ സർവേ കൂടെ നമുക്ക് ഇവിടെ ഹാർബർ സെറ്റ് ആവും. പക്ഷെ അതിന് ആരും പരിശ്രമിക്കുന്നില്ല. സർക്കാർ ഇവിടെ തിരിഞ്ഞു മറിഞ്ഞു നോക്കില്ല. വോട്ടാവും, തിരിച്ചു വരും. റോഡ് പോകുമ്പോൾ പഞ്ചായത്തിന് പ്രസിഡന്റ് വരുന്ന എല്ലാവരും വരും. ഈ ദേവസ്ഥാനം പോയ സമയത്ത് ഒരു ഇതില്ല, ഇവിടെ റൂമുണ്ടായി. റൂമിൽ പോയ സമയത്തൊന്നും ഒരു പ്രശ്നമില്ല. റോഡ് അടി തുറക്കാൻ തുടങ്ങിയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് വരാൻ ഒന്നുകൂടി ഇപ്പൊ നിങ്ങൾ 3 രാഷ്ട്രീയക്കാരെ പറഞ്ഞല്ലോ, ഇനിയിപ്പോ നിങ്ങളിൽ ആരില്ലാന്ന് വിശ്വാസം? രാഷ്ട്രീയക്കാർ വന്നതുകൊണ്ട് നടക്കുവോ, അല്ല ജനങ്ങൾക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ, അല്ല ഇത് പിന്തുടരുവോ? വോട്ട് വേണമെങ്കിൽ അവർ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കാരണം അടുത്ത ഇലക്ഷൻ വരാനായല്ലോ. എല്ലാം വോട്ട് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ, നിയമസഭ ഇലക്ഷൻ, ഏത് ഇലക്ഷൻ ആയാലും പരിഷ്കരിക്കാൻ തീരുമാനിച്ചു ജനങ്ങൾ. ഓക്കെ, താങ്ക് യു.